സൈബർ ആക്രമണം നടത്തുന്ന വിഡ്ഢികളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരു സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോലും ഇല്ല. എന്റെ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് 7ാം ദിവസം ആരാണോ സർക്കാർ, ആ സർക്കാരിനോടാണ് ഞാൻ ചോദ്യം ചെയ്തത്. ആ സർക്കാരിൽ തലപ്പത്തിരിക്കുന്നവർ വിവരമില്ലാതെ ഉത്തരം പറയുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചോദിക്കണ്ടേ? സിസ്റ്റം നമ്മളെ തോപ്പിക്കുമ്പോൾ, സിസ്റ്റം തോറ്റുപോകുമ്പോൾ നമ്മൾ ചോദിക്കൂലേ? ചോദ്യം ചെയ്യണ്ടേ? ആ കുട്ടി ചോദ്യം ചെയ്താൽ എന്താണ് തെറ്റ്? ആ കുട്ടിയുടെ കമന്റ് ബോക്സിൽ 7 ദിവസമായിട്ട് സ്വന്തം അച്ഛനെ കാണാത്തതിന്റെ വിഷമം പറയുമ്പോൾ, അതിന്റെ തെരച്ചിലിൽ അപാകതകൾ പറയുമ്പോൾ, എന്തുകൊണ്ട് അവിടെ ദുരന്തം നടക്കുന്നു, ആ ദുരന്തം ഇനി നടക്കാതിരിക്കാൻ സിസ്റ്റം എന്തൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു. ആ കുട്ടിയുടെ തന്ത എവിടെ? 7 ദിവസമായിട്ട് കടലിൽ കാണാതായിട്ട് ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ട് കിട്ടിയിട്ടില്ല. അവൾ സിസ്റ്റത്തെയാണ് വിമർശിച്ചത്. സിസ്റ്റം ഇന്ന് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരെയാണ് വിമർശിച്ചത്. ആ വിമർശിച്ച ആളുകളുടെ ആരുടെയും തന്തയ്ക്ക് അവൾ വിളിച്ചിട്ടില്ല. പക്ഷെ അവൾക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ പരാജയത്തിൽ സർക്കാരിനെ വിമർശിച്ചപ്പോൾ പലരും പറയുന്നു അവൾ കമ്മിയാണെന്ന്. അവൾ കമ്മിയാവട്ടെ, കൊങ്ങിയാവട്ടെ, സംഖ്യയാവട്ടെ, മൂരിയാവട്ടെ, ആരുമാവട്ടെ, അവളുടെ അച്ഛന് 7 ദിവസമായിട്ട് കിട്ടിയിട്ടില്ല. അവളുടെ അച്ഛൻ അപകടം സംഭവിച്ചതിൽ പൂർണ്ണമായും സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ്. അത് ഈ സർക്കാരിന്റെ എന്നല്ല, ഇതുവരെ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും പൂർണ്ണ പരാജയമാണ്. അതിലൊരു സംശയവുമില്ല. 2000-ൽ പണി തീർന്ന മുതലപ്പൊഴി ഹാർബറിൽ 26 വർഷമായിട്ട് അപകടങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 100-ലധികം അപകടങ്ങൾ നടത്തിയിട്ട് 90-ലധികം ആളുകൾ അവിടെ മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. ഒരു ഹാർബർ എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യബന്ധന സാമഗ്രികളുടെയും അതുപോലെ തന്നെ മത്സ്യവിപണനത്തിന്റെയും സുരക്ഷയ്ക്ക് ഒരുക്കുന്നതാണ് ഹാർബർ. പക്ഷേ മുതലപ്പൊഴി ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളുടെ മരണങ്ങൾ, അപകടങ്ങൾ, മത്സ്യബന്ധന യാനങ്ങൾ പൊളിഞ്ഞു പോകുന്നത്, നിരന്തരം അപകടങ്ങൾ മാത്രമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യണ്ടേ? കഴിഞ്ഞ 15 വർഷത്തിന് മുകളിലായിട്ട് മുതലപ്പൊഴി ഹാർബറിന്റെ പുളിമുട്ട് നിർമ്മാണത്തിൽ അപാകത കാണിച്ച് ശാസ്ത്രീയമായല്ല അത് പണിതത് എന്ന് പറഞ്ഞ് അത് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും നിരന്തരം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് മാറി വന്നു, അവർ ആവശ്യപ്പെട്ടു, നടന്നില്ല. ഇന്നും ഗവൺമെന്റ് മാറി വന്നു, അപകടം നടന്നപ്പോൾ വീണ്ടും അവരത് ആവർത്തിക്കാണ്. അത് മാറ്റിക്കൊടുക്കുക, അവിടെ പരിഹരിക്ക്. ഇനിയും ഒരു ജീവൻ അപകടത്തിലാവാതിരിക്കാൻ നോക്ക്, സിസ്റ്റത്തിന് ഉപയോഗിക്ക് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപകടം നടന്ന് കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചപ്പോൾ പോലീസിൽ പറയാൻ പറഞ്ഞു. പോലീസിൽ പറഞ്ഞപ്പോൾ ബോട്ടില്ല, ഉള്ള ബോട്ടിൽ എണ്ണയില്ല, എണ്ണ അടിക്കാൻ കാശില്ല. സിസ്റ്റം ഫെയിലിയർ അല്ലേ? ചോദിക്കണ്ടേ?